ഹായ് എവരിവോൺ, നമ്മൾ സ്കിൻ പ്രിപ്പറേഷൻ്റെ സ്റ്റെപ്പ് 2ലേക്കാണ് കിടക്കുന്നത്. ഇതിന് മുമ്പത്തെ ക്ലാസ്സുകൾ സ്റ്റെപ്പ് 1ൻ്റെ ക്ലെൻസിങ് എന്താണ്, അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എക്സ്ഫോലിയേഷൻ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് എക്സ്ഫോലിയേഷൻ അറിയോ? അതായത് എക്സ്ഫോലിയേഷൻ എന്ന് വെച്ചാൽ സ്കിന്നിനുള്ളിൽ ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നടക്കുക എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡെയിലി ഡെഡ് സെൽസ് അക്യുമുലേറ്റ് ആകും. അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ന്യൂ ഫ്രഷ് സ്കിൻ പുറത്ത് വരും. അതുപോലെ സ്കിൻ സ്മൂത്ത് ആൻഡ് ബ്രൈറ്റ് ആകും. നമുക്ക് രണ്ട് രീതിയിലുള്ള എക്സ്ഫോലിയേഷൻ ഉണ്ട്. ഒന്ന് ഫിസിക്കലും പിന്നെ കെമിക്കലും. ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ സ്ക്രബ് യൂസ് ചെയ്ത് റബ്ബ് ചെയ്യുന്ന രീതിയാണ്. എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫേസ് സ്ക്രബ്, കോഫി സ്ക്രബൊക്കെ യൂസ് ചെയ്യില്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഡെഡ് സ്കിൻ മാനുവലി റിമൂവ് ചെയ്യും. ഓവറായിട്ട് റബ്ബ് ചെയ്താൽ ഇറിറ്റേഷനൊക്കെ വരും കേട്ടോ. പിന്നെ കെമിക്കൽ എക്സ്ഫോലിയേഷൻ എന്ന് പറഞ്ഞാൽ ആസിഡ് യൂസ് ചെയ്യുന്നതാണ്. ഗ്ലൈക്കോളിക് ആസിഡ്, സാലിസിലിക് ആസിഡൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അത് ജെൻറ്റിൽ ആൻഡ് എഫക്റ്റീവാണ്. കറക്റ്റ് യൂസ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടും. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിൻ സ്മൂത്ത് ആവാനും ഗ്ലോ ഇൻക്രീസ് ആകാനും പിമ്പിൾസ്, ബാക്ക് ഹെഡ്സ് ഒക്കെ കുറയ്ക്കാനും മേക്കപ്പ് നന്നായി സെറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാക്കും, ക്ലെൻസറും എക്സ്ഫോലിയേഷനും രണ്ടും ഒന്നാണോ എന്ന്. രണ്ടും രണ്ടാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. അപ്പോൾ അടുത്ത വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്